ഹായ് രാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അതിൻ്റെയാണ് ഒരു വീഡിയോ. ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എന്തോ അവിടെ പോയപ്പോഴേക്ക് ഈ പള്ളിയും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും കേട്ടോ. അപ്പോൾ ഈ പള്ളി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാവുന്ന കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ പോയത്. കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇത്രയും വർഷവും കോട്ടയത്ത് ഉണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പള്ളിയിൽ പോകുന്നത്. അപ്പം ഈ പള്ളിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിലും പോയിട്ടുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഈ പള്ളി ഏതാ പള്ളിയെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കുടമാളൂർ പള്ളി, കോട്ടയം കുടമാളൂർ പള്ളിയാണേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും കല്യാണത്തിന് പോയതല്ല. കല്യാണത്തിന് പോയിന്ന് മാത്രം. പക്ഷെ അവിടെ ചെന്നപ്പം ഈ പള്ളിയും ഇവിടുത്തെ അന്തരീക്ഷവും ഈ ചുറ്റുപാടും ഒക്കെ കണ്ടപ്പം എനിക്കെന്തോ വീഡിയോ എടുക്കണം തോന്നി. ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഒരുപാട് എന്തൊക്കെയോ കുറേ പ്രത്യേകതകളുള്ള പോലെ എനിക്ക് തോന്നി ഈ പള്ളിക്ക്. കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. ഈ പള്ളിയും പള്ളിയുടെ അകവും അകത്തെ ഭാഗങ്ങളും അതുപോലെ പുറത്താണെങ്കിലും ഒരുപാട് ഇത് കണ്ടോ. അവിടുത്തെ ഈ സെമിത്തേരി വരെ ഞാൻ അവിടെ പോയി ഞാൻ നോക്കി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും ഒക്കെയാണ് അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഇല പോലും ആ മുറ്റത്തെങ്ങും വീണ് കിടന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ ഈ പള്ളി കാണാനും ഒക്കെ നല്ല രസം. ഇതിൻ്റെ ചുറ്റുഭാഗം ഞാനിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ എടുത്തതാണ്. ചുറ്റും ഒന്നും മിസ്സാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുള്ള പോലെ എനിക്ക് തോന്നി. നല്ല ഭംഗിയിൽ ചുറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ഞാൻ ആ പ്രാർത്ഥനയൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേങ്കിൽ അവിടെ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ വോയിസ് അങ്ങ് കട്ട് ചെയ്തതാണേ. അപ്പോൾ അതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. ഒരുപാട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടദിവസം ആയതുകൊണ്ടാണോ, പള്ളിക്കകത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ ആളുണ്ടായിരുന്നു. എന്നാലും വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇവിടെ കയറിയിരുന്നപ്പം എന്തോ മനസ്സിനെന്തോ ഒരു ഭയങ്കര ശാന്തതയും സന്തോഷമൊക്കെ തോന്നി കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിന് ഒരുപാട് കുറേ പ്രശ്നങ്ങളുള്ള ടൈമാണ്. കുറേ സങ്കടങ്ങളുള്ള സമയമാണ് എനിക്ക്. പക്ഷേ എനിക്ക് ഈ പള്ളിയിൽ കയറിയിരുന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഒരു 1.5 മണിക്കൂർ അവിടെ അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അത് അവരുടെ മിന്നുകെട്ട് നടക്കുകയാണ്. ആ സമയത്തൊക്കെ ഈ അച്ഛന്മാർ പറയുന്ന വാക്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി, സമാധാനം തോന്നി, സന്തോഷത്തെക്കാളേറെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്താണ് ചടങ്ങെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ മിന്നുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരിതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തോ കാഴ്ച കൊടുക്കുന്ന അങ്ങനെ എന്തോ ആണ് അവിടെ പറഞ്ഞത്. എനിക്കത് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ എല്ലാവരും റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അതിനുശേഷം അവിടെ അച്ഛന്മാർ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെയും കുറേ നേരം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണുമൊക്കെ ഇങ്ങനെ പതിയെ നടന്നു പോവുകയാണ്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഈ പള്ളിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഉള്ള ഇടവകയായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക്. ഈ ബെഞ്ച് ഇട്ടിരിക്കുന്നത് തന്നെ ഒരു 3 റോയിലാണ്, 3 റോയായിട്ടാണ് കേട്ടോ. ആ 3 റോയിലും ഇങ്ങനെ ബെഞ്ചുകൾ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇങ്ങനെ ചില പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട്, ബാക്കിൽ കുറേ പേര് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ആദ്യം കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇവിടെ ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലമായിരുന്നു ഇരിക്കാനൊക്കെ. പിന്നെ ഞാൻ വീണ്ടും പുറത്തിറങ്ങി കുറേ വീഡിയോസൊക്കെ അതിന് ശേഷം പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്നിടത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയത് ഈ കോലത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പള്ളി അറിയാവുന്നവരും ഇതിനെപ്പറ്റി അറിയാവുന്നവരും കമൻറ്റ് ചെയ്യണേ. താങ്ക്